ഹായ് ഓൾ, ചാപ്റ്റർ നമ്പർ 10 പോളിനോമിയൽസിൻ്റെ പാർട്ട് 3 വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് ആ ചാപ്റ്ററിലെ കോൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്യുകയാണ്. സ്പെഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സൈഡ് ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന കോൺസെപ്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പോളിനോമിയൽസിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഈ ചാപ്റ്ററിൽ ബാക്കി നിങ്ങളോട് ചോദിക്കാം. ചില അൾജിബ്രായിക് എക്സ്പ്രഷൻസ് തരും. എന്താ അൾജിബ്രായിക് എക്സ്പ്രഷൻസ്? ഫോർ എക്സാമ്പിൾ 4x+2 അല്ലെങ്കിൽ 3x² + 5x + 6 ഇങ്ങനെയൊക്കെ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇതൊരു പോളിനോമിയൽ ആണോ അല്ലേ എന്ന്. ഇതൊരു പോളിനോമിയൽ ആണോ അല്ലേ എന്നുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇനി അങ്ങനെയല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളോടൊരു അൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാൻ പറയും. എന്തെങ്കിലും ഒരു റിലേഷൻ തന്നിട്ട് ഒരു അൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാൻ പറയും. എന്നിട്ട് ഇതേ ചോദ്യം അവർ വീണ്ടും ചോദിക്കും, പോളിനോമിയൽ ആണോ അല്ലേ എന്ന്. അപ്പോൾ ആ ചോദ്യത്തിന് ആൻസർ ചെയ്യണമെങ്കിൽ ഒരു പോളിനോമിയൽ എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. പോളിനോമിയൽ എന്താണെന്നും അറിഞ്ഞിരിക്കണം, പോളിനോമിയൽ അല്ലാത്തത് ഏതൊക്കെയാണെന്നോ അറിഞ്ഞിരിക്കണം. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച ഒരു അതേപോലത്തെ ഒരു എക്സാമ്പിൾ ഞാനിവിടെ എടുക്കാൻ പോവുകയാണ്. നോക്കിക്കോ, p(x) = 2x² + x + 1 ഒരു അൾജിബ്രായിക് എക്സ്പ്രഷൻ ഉണ്ട്. ഈ p(x) = 2x² + x + 1 എന്ന് പറയുമ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ x എന്ന് പറഞ്ഞ ആൾക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാമെന്ന്. ഫോർ എക്സാമ്പിൾ p(1) കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സിനെ മാറ്റി എന്താക്കി, 1 ആക്കി. അപ്പോൾ 2 × x² എന്നുള്ളിടത്ത് എന്ത് വരും, 1² എന്ന് വരും. പിന്നെ x എന്നുള്ളിടത്ത് 1 എന്ന് വരും. ലാസ്റ്റത്തെ 1 അതുപോലെ തന്നെ വരും. 2 × 1² എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 + 1 + 1 എന്ന് പറഞ്ഞാൽ 4 എന്ന് ആൻസർ കിട്ടും. ഇതേപോലെ p(2) കണ്ടുപിടിക്കണമെങ്കിൽ 2 × x² എന്നുള്ളിടത്ത് 2² എന്നും x എന്നുള്ളിടത്ത് 2 എന്നും +1 എന്നും വരും. എന്ന് വെച്ചാൽ 2 × 2² 4 ആണ്, +2 + 1 എന്ന് കിട്ടും. 2 × 4 8 ആണ്. 8ഉം 2ഉം കൂട്ടിയാൽ 10. 10 + 1 എന്ത് കിട്ടും, 11 കിട്ടും. ഇതേപോലെ എക്സിനെ മാറ്റിയിട്ട് നമുക്ക് 3 കൊടുക്കാം, അല്ലെങ്കിൽ എക്സിനെ മാറ്റിയിട്ട് p(100) കണ്ടുപിടിക്കാം, p(1000) കണ്ടുപിടിക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. എന്ന് വെച്ചാൽ എക്സിന് നമ്മൾ കൊടുക്കുന്നതാണ് വാല്യൂ. ഈ ഒരു എക്സ്പ്രഷനിൽ എക്സിന് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം. അങ്ങനെ എക്സിന് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം. ഏതെങ്കിലും വാല്യൂസ് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാമെങ്കിൽ ആ എക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ വേരിയബിൾ എന്നാണ് വിളിക്കുക. ഫോർ എക്സാമ്പിൾ p(x) = 2x² + x + 1 എന്ന് പറയുന്ന ഈ ഒരു എക്സ്പ്രഷനിൽ എക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, വേരിയബിൾ. അപ്പോൾ എക്സ് എവിടെ കണ്ട്, ദാ ഇവിടെയുണ്ട്. ഈ എക്സും എന്ത് തന്നെയാണ്, വേരിയബിൾ. ഈ എക്സും എന്ത് തന്നെയാണ്, വേരിയബിൾ എന്നുള്ള പേര് തന്നെയാണ് വിളിക്കുക. ഇനി ഇതേപോലത്തെ എഴുതുന്ന എക്സ്പ്രഷൻസ് ആണ് പോളിനോമിയൽസ്. നമ്മൾ സിംപ്ലി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി പോളിനോമിയലിൻ്റെ എക്സാമ്പിൾസ് ഞാൻ എഴുതാം. അതിനുശേഷം അതിൻ്റെ കോമൺ ആയിട്ടുള്ള അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം നേരെ കുറച്ച് എക്സാമ്പിൾസിലേക്ക് പോവാം. നോക്കിക്കേ, ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. ആദ്യത്തത് p(x) = 4x + 5. രണ്ടാമത്തത് v(x) = 5x² + 6x + 7. മൂന്നാമത്തത് a(x) = 7x³ + 2x² + 7x - 5. ഇനി ലാസ്റ്റത്തത് g(x) = 5x⁴ - 7x + 3. അപ്പം ഇങ്ങനെ എഴുതിയ എക്സാമ്പിൾസൊക്കെ പോളിനോമിയൽസിന് എക്സാമ്പിൾസാണ് ഞാൻ എഴുതിയത്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലുള്ള എക്സ് എന്ന് പറയുന്ന ആൾ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം. അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അയാളെ നമ്മൾ വിളിക്കുക എന്താണ്, വേരിയബിൾ എന്നുള്ള പേര് വെച്ചിട്ടാണ് വിളിക്കുക. എന്താ വിളിക്കുക, വേരിയബിൾ എന്നുള്ള പേര് വെച്ചിട്ടാണ്. ഇനി എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? ആദ്യത്തെ എക്സ്പ്രഷനിലേക്ക് നോക്കിയേ. എക്സ് എന്ന് പറഞ്ഞ ആൾ വേരിയബിളാണ് അല്ലേ. ആ എക്സിന് ഒരു പവർ ഉണ്ട്. എക്സിൻ്റെ പവർ അല്ലെങ്കിൽ ഒരു എക്സ്പോണൻ്റ് ഉണ്ട്. എന്താ എക്സ്പോണൻ്റ്? ഇതാ എക്സിൻ്റെ മേലെ എഴുതുന്ന ആളാണ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, x⁻1. അപ്പോൾ ഇവിടുത്തെ പവർ എത്രയാണ്, 1. ഇനി x² എന്ന് പറഞ്ഞാൽ അവിടുത്തെ പവർ എത്രയാണ്, 2. അതിൻ്റെ എക്സ്പോണൻ്റ് 2 ആണ്. x⁻3 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ x³ എന്ന് പറഞ്ഞാൽ പവർ എത്രയാണ്, 3. x⁻4 എന്ന് പറഞ്ഞാൽ അവിടുത്തെ പവർ എത്രയാണ്, 5. അപ്പം ഇതുപോലെ ഓരോ എക്സ്പ്രഷനിലും എക്സിന് ഒരു പവർ ഉണ്ട് അല്ലേ. ഇവിടുത്തെ എക്സിൻ്റെ പവർ 1 ആണ്. ഇനി ആ ഒരു എക്സിനെ ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചു. ഏതോ ഒരു നമ്പർ, ഇവിടെ 4 എന്ന് പറഞ്ഞ നമ്പറാണ്. എന്നിട്ട് വേറെ ഏതോ ഒരു നമ്പർ വേണമെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ വേറൊരു നമ്പർ അവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. ഇനി ഈ ഒരു ഗുണിക്കുന്നില്ലടാ,
എക്സിനെ അല്ലെങ്കിൽ എക്സ് സ്ക്വയറിനെ എക്സ് ക്യൂബിനെ ഇതാ ഇവിടെ എക്സ് സ്ക്വയറിനെ 5 കൊണ്ട് ഗുണിച്ചിട്ടുണ്ട്, ഇവിടെ എക്സ് ക്യൂബിനെ 7 കൊണ്ട് ഗുണിച്ചിട്ടുണ്ട്, ഇവിടെ എക്സ് റേസ്ഡ് 4നെ 5 കൊണ്ട് ഗുണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഗുണിക്കുന്ന ഈ ടേമിനെ നമ്മൾ വിളിക്കും കോയിഫിഷ്യൻറ്റ്. കോയിഫിഷ്യൻറ്റ് എന്നാണ് അതിനെ വിളിക്കുക. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് ഇവിടെ 4. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ ഈ രണ്ടാമത്തെ എക്സ്പ്രഷനിലേക്ക് നോക്കിയാൽ എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് ആര് 5. ഇവിടെ തന്നെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആരാ 6 ആണ്. മൂന്നാമത്തേലേക്ക് നോക്കിയാൽ എക്സ് ക്യൂബിൻ്റെ കോയിഫിഷ്യൻ്റ് ആരാണ് 7 ആണ്. എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് ആരാ 2. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആരാ 7 ആണ്. ഇനി നാലാമത്തെ ഒരു എക്സ്പ്രഷനിലേക്ക് നോക്കിക്കേ. നാലാമത്തെ എക്സ്പ്രഷനിൽ എക്സിൻ്റെ ഒരു പവർ എടുത്തിട്ടുണ്ട് അല്ലെ, എക്സ് റേസ്ഡ് 4. അതിൻ്റെ കോയിഫിഷ്യൻ്റ് ആരാ 5. ഇവിടെ എക്സിനൊരു കോയിഫിഷ്യൻ്റ് ഉണ്ട്, ആരാണ് 7 ആണ്. അപ്പം ഇങ്ങനെ എക്സിൻ്റെ അല്ലെങ്കിൽ എക്സിൻ്റെ പവേഴ്സിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്ന നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? കോയിഫിഷ്യൻ്റ് എന്നാണ്. ഈ എക്സ്പ്രഷനിൽ നമ്മൾ വിളിക്കുന്ന പേര് കോയിഫിഷ്യൻ്റ് എന്നാണ് വിളിക്കുക. ആ കാര്യം ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഞാൻ തൽക്കാലം ഇതൊക്കെ വായിക്കുന്നുണ്ട്. ഇനി വേറെ എന്തൊക്കെയാണ് ഇതിന് പ്രത്യേകത ഉള്ളത്? എക്സ് അല്ലെങ്കിൽ എക്സിൻ്റെ പവേഴ്സിനെ ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട്. ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ 5x² എന്ന് പറഞ്ഞ ഒരാൾ, 6x എന്ന് പറഞ്ഞ ഒരാൾ, 7 എന്ന് പറഞ്ഞ ഒരാൾ, ഈ നമ്പേഴ്സിനെയൊക്കെ കൂട്ടിയിട്ട് എഴുതിക്കുകയാണ് അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ട് എഴുതിക്കുകയാണ്. ഇനി ആഡ് ചെയ്തിട്ട് മാത്രമാണോ? അല്ല, സബ്ട്രാക്ഷനും വരാം. ഇവിടെ നോക്കിക്കേ, 5 എന്ന് പറഞ്ഞ നമ്പർ, 7x, എക്സിൻ്റെ പവർ 1 ആയിട്ടുള്ള ഒരാൾ, 2x², എക്സിൻ്റെ പവർ 2 ആയിട്ടുള്ള ഒരാൾ അതിന് 2 കൊണ്ട് ഗുണിച്ചു, എക്സിൻ്റെ പവർ 3 ആയിട്ടുള്ള ഒരാൾ അതിനെ 7 കൊണ്ട് ഗുണിച്ചു. അതൊക്കെ പാടെ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയും അതേപോലെ 5x⁴ അതും 7xഉം 3യും ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എഴുതുന്ന പരിപാടികൾക്കാണ് നമ്മൾ എന്തെന്ന് പറയാം? പോളിനോമിയൽ. ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസിനാണ് പോളിനോമിയൽസ് എന്ന് പറയാം. ഇനി ഇതിലുള്ള കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. നോക്കുക, ആദ്യം എന്തുണ്ട്? ഇവിടെ ഒരു വേരിയബിൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ഈ എല്ലാ ആളുകളിലും വേരിയബിൾ ഉണ്ട് എന്ന് മനസ്സിലായി. ആദ്യത്തേലും രണ്ടാമത്തേലും മൂന്നാമത്തേലും ഒക്കെ എന്തുണ്ട്? എക്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ, ചിലപ്പം വൈ എന്നായിരിക്കാം, ചിലപ്പം വേറെ ഏതെങ്കിലും അക്ഷരം വെച്ച് സൂചിപ്പിക്കാം. ഒറ്റ കാര്യമുള്ള ഒരു വേരിയബിൾ ഉണ്ട്. ഇനി വേരിയബിളിൻ്റെ എന്ത് നമ്മളെടുത്തു? എക്സ്പോണൻസ് കൊടുത്തു, അല്ലെങ്കിൽ വേരിയബിളിൻ്റെ പവർ എടുത്തു അല്ലേ. x² x⁻1 എന്നോ x³ എന്നോ x⁴ എന്നോ അങ്ങനെ പലതരത്തിലുള്ള പവേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ പവേഴ്സിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. വെറുതെ പവർ എടുത്തതല്ല. x⁻1 എന്ന് നിങ്ങൾ അവിടെ എവിടെയും കാണുന്നുണ്ടോ? ഇല്ല. x⁻2 എന്ന് അവിടെ എവിടെയും കാണുന്നുണ്ടോ? ഇല്ല. x⁻1/2 എന്ന് കാണുന്നുണ്ടോ? ഇല്ല. അവിടെ കാണുന്ന പവേഴ്സിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. നോക്കിക്കേ, ഈ പവേഴ്സ് ഇവിടെ 1, 2, 3, 4 എന്നൊക്കെ പറയുന്നത് എന്താ? നാച്ചുറൽ നമ്പറാണ്. ഇവിടെ ഒരു 4 ആണ്, ഇവിടെ 1 ആണ്, ഇത് 3 ആണ്, 2 ആണ്, 1 ആണ്. അപ്പം ഇങ്ങനെ പവേഴ്സായിട്ട് എടുക്കുന്ന ആളുകൾ എന്ത് നമ്പേഴ്സ് ആയിരിക്കണം? നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം. പവേഴ്സായിട്ട് എടുക്കുന്ന ആളുകൾ എന്തായിരിക്കണം? നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം. 0 വരുന്നൊരു കേസ് ഉണ്ട്, പക്ഷെ നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട. വേരിയബിളിന് പവർ ഉണ്ട്, പവേഴ്സ് എന്തായിരിക്കണം? നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം. ഇനി ഈ വേരിയബിൾസിനെ നമ്മൾ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 5x⁴ അല്ലെങ്കിൽ 7x, 6x², 3x⁴ ഇങ്ങനെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു നമ്പറിനെ കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അതിനെ നമ്മൾ കോയിഫിഷ്യൻ്റ് എന്നാണ് വിളിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു കോയിഫിഷ്യൻ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഇനി ഇങ്ങനെ കിട്ടിയ ആളുകളെയൊക്കെ ഒന്നെങ്കിൽ ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്തിട്ടോ ആണ് അവിടെ എഴുതി വെച്ചത്. ആഡ് ചെയ്തിട്ടോ സബ്ട്രാക്ട് ചെയ്തിട്ടോ ആണ് എഴുതി വെച്ചത്. ലാസ്റ്റ് വേണമെങ്കിൽ ചിലതിൽ ഒരു നമ്പർ മാത്രം ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യാം. അങ്ങനെ ഉള്ളതും ഉണ്ട്, അങ്ങനെ ഇല്ലാത്ത എക്സ്പ്രഷൻസും വരാം. അങ്ങനെ ഇല്ലാത്ത എക്സ്പ്രഷൻ ഏതാ? ഫോർ എക്സാമ്പിൾ f(x) = x² + x. ഇവിടെ ലാസ്റ്റ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടൊരു നമ്പർ ഇല്ല, എക്സ് ഉള്ള ടേംസ് മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെ എഴുതുന്ന നമ്പേഴ്സ്, ഇങ്ങനെ എഴുതുന്ന എക്സ്പ്രഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? പോളിനോമിയൽസ് എന്ന് പറയാം. എന്തൊക്കെയാണുള്ളത്? ആദ്യം തന്നെ ഒരു വേരിയബിൾ ഉണ്ടായിരിക്കണം, നിർബന്ധമാണ്. വേരിയബിളിന് പവർ ഉണ്ടായിരിക്കും. ആ പവർ എന്തായിരിക്കണം? നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം. പിന്നെ ആ വേരിയബിൾസിൻ്റെ അല്ലെങ്കിൽ വേരിയബിൾസിൻ്റെ പവറിനെയോ ഏതെങ്കിലും നമ്പേഴ്സിനോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിനെ കോയിഫിഷ്യൻ്റ് എന്ന് വിളിക്കും. എന്നിട്ട് ഈ പറയുന്ന ടേംസിനെയൊക്കെ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ മാത്രമാണ് നമ്മൾ എന്തെന്ന് പറയാം? പോളിനോമിയൽസ് എന്ന് പറയാം. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എഴുതാം. പോളിനോമിയൽ ആണോ എന്ന് നമുക്ക് നോക്കാം. p(x) = 5x⁴ + 3x + 5 പോളിനോമിയലാണോ? പോളിനോമിയലാണ്. കാരണം എന്താ? എക്സ് ആണ് ഇവിടുത്തെ വേരിയബിൾ.
ഈ കാണുന്ന എക്സ് ആണ് വേരിയബിൾ. എക്സിൻ്റെ പവർ നോക്കിയപ്പം ഇവിടെ 4 ആണ്, ഇവിടെ എന്താണ് 1 ആണ്, നാച്ചുറൽ നമ്പറാണ്, കുഴപ്പമില്ല. ഇതിനെ നമ്പർ കൊണ്ട് ഗുണിച്ചിട്ടുണ്ട്, ഗുണിക്കാം. 5 ആണ്, ഇവിടെ 3 ആണ്. ലാസ്റ്റ് ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ ആഡ് ചെയ്തു. അപ്പോൾ ഈ കാണുന്ന ആളെന്താണ്, ഒരു പോളിനോമിയലാണ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ, ക്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 6x4 പ്ലസ് 7x² പ്ലസ് 3x−3 പ്ലസ് 5. ഇതൊരു പോളിനോമിയലാണോ? അല്ല എന്നാണ് ആൻസർ. കാരണം ഇവിടെ എക്സിൻ്റെ പവർ 4 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ എന്ത് വന്നു, മൈനസ് വന്നു. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്തായിരിക്കണം, നാച്ചുറൽ നമ്പർ മാത്രമേ പറ്റുള്ളൂ, നാച്ചുറൽ നമ്പർ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ്, -3 ആണ് വന്നത്. ഇതൊരു പോളിനോമിയലാണോ? അപ്പം ഇതൊരു പോളിനോമിയൽ അല്ല എന്നാണ് ആൻസർ. അപ്പം ഇനി വേറൊരു എക്സാമ്പിൾ, പോളിനോമിയൽ അല്ലാത്തതിനുള്ളൊരു എക്സാമ്പിളും കൂടെ പറയാം. r ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 7x³ പ്ലസ് 5x−1 പ്ലസ് 6 പോളിനോമിയലാണോ? അല്ല. കാരണം എന്താ, പവറിൽ ആര് വന്നു, മൈനസ് വന്നു. അപ്പോൾ മൈനസ് വന്നു കഴിഞ്ഞാൽ എന്തല്ല, പോളിനോമിയൽ അല്ല. നമ്മൾ പോളിനോമിയൽ ആണോ നോക്കുന്നതിനേക്കാൾ എളുപ്പം പോളിനോമിയൽ അല്ലാത്തത് കണ്ടുപിടിക്കാനാണ്. പോളിനോമിയൽ അല്ലാത്ത കേസുകൾ ഏതൊക്കെയാണ് വരിക? ഒന്ന് ഇതാണ്, പവറിൽ ആര് വരണം, മൈനസ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ എന്തല്ല, പോളിനോമിയൽ അല്ല. രണ്ടാമത്തത് റൂട്ട്, സ്ക്വയർ റൂട്ടോ അല്ലെങ്കിൽ ക്യൂബ് റൂട്ടോ വേരിയബിളിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ, വേരിയബിളിന് സ്ക്വയർ റൂട്ടോ ക്യൂബ് റൂട്ടോ വന്നു കഴിഞ്ഞാൽ അതെന്തല്ല, ഒരു പോളിനോമിയൽ അല്ല. ഒരു എക്സാമ്പിൾ നോക്കാം. റൂട്ട് എക്സ് പ്ലസ് 5x+6. ഇവിടെ നമുക്ക് പി ഓഫ് എക്സിനോ ക്യൂ ഓഫ് എക്സിനോ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. റൂട്ട് എക്സ് പ്ലസ് 5x+6. നോക്കിക്കേ, വേരിയബിളിൻ്റെ കൂടെ ആര് വന്നിട്ടുണ്ട്, റൂട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പോളിനോമിയൽ ആണോ? പോളിനോമിയൽ അല്ല എന്നാണ് ആൻസർ. ഇനി വേറൊരു എക്സ്പ്രഷൻ, 6x² പ്ലസ് 7 ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് 5 പോളിനോമിയൽ ആണോ? പോളിനോമിയൽ അല്ല. കാരണം എന്താ, എക്സിൻ്റെ കൂടെ ആര് വന്നിട്ടുണ്ട്, റൂട്ട് വന്നിട്ടുണ്ട്. 3x² പ്ലസ് ക്യൂബ് റൂട്ട് എക്സ് പോളിനോമിയൽ ആണോ? പോളിനോമിയൽ അല്ല. എന്തുകൊണ്ടാണ്? എക്സിൻ്റെ കൂടെ ആര് വന്നിട്ടുണ്ട്, ക്യൂബ് റൂട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തൊരു എക്സാമ്പിൾ, 4x² പ്ലസ് 4x² പ്ലസ് റൂട്ട് 2x പ്ലസ് 7. ഇത് പോളിനോമിയൽ ആണോ? ഇത് ശ്രദ്ധിക്കണേ, ഇത് പോളിനോമിയൽ ആണ് എന്നാണ് ആൻസർ. ഇതെന്താണ്, പോളിനോമിയൽ ആണ്. ഇറ്റ് ഈസ് എ പോളിനോമിയൽ. കാരണം എന്താ, നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു, വേരിയബിളിൻ്റെ കൂടെ മാത്രമേ ആര് വരാതിരിക്കാൻ പറ്റുള്ളൂ, വേരിയബിളിൻ്റെ കൂടെ മാത്രമേ റൂട്ടുകൾ വരാതിരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ വേരിയബിളിൻ്റെ കൂടെയാണോ റൂട്ട്? നോക്കിക്കേ, ഇവിടെ എക്സിൻ്റെ പവർ എത്രയാണ്, 1 ആണ്. ഇവിടെ എക്സിൻ്റെ പവർ എത്രയാണ്, 2 ആണ്. ഇവിടെ റൂട്ട് വന്നത് കോയിഫിഷ്യൻറ്റിൻ്റെ കൂടിയാണ്, 2 എന്ന് പറഞ്ഞ നമ്പറിൻ്റെ കൂടിയാണ് റൂട്ട് വന്നത്. 2ന് റൂട്ട് വന്നോട്ടെ, 2ന് ക്യൂബ് റൂട്ട് വന്നോട്ടെ, 2ൻ്റെ പവർ മൈനസ് ആയിക്കോട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. അപ്പോൾ ഇതെന്താണ്, ഒരു പോളിനോമിയൽ തന്നെയാണെന്നാണ് ആൻസർ. ഇനി പോളിനോമിയൽ അല്ലാത്തതിൻ്റെ വേറൊരു എക്സാമ്പിളും കൂടെ ഉണ്ട്, അതും കൂടിയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. നോക്കുക, എക്സ് പ്ലസ് 1/x. എക്സ് പ്ലസ് 1/x എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ് എവിടെയാണ് വന്നത്, അല്ലെങ്കിൽ വേരിയബിൾ എവിടെയാണ് വന്നത്, ഡിനോമിനേറ്ററിലാണ് വേരിയബിൾ വന്നത്. ഡിനോമിനേറ്റർ താഴെയാണ് വന്നത്. അങ്ങനെ വരുന്ന കേസിലും എന്തല്ല, അതൊരു പോളിനോമിയൽ അല്ല, അത് പോളിനോമിയൽ അല്ല എന്നാണ് ആൻസർ. അതൊരു പോളിനോമിയൽ അല്ല. അടുത്തൊരു എക്സാമ്പിൾ, x+2 പ്ലസ് x² പ്ലസ് 2 പ്ലസ് 1/x പോളിനോമിയൽ ആണോ? അല്ല. കാരണം എന്താ, ഡിനോമിനേറ്ററിൽ ആരുണ്ട്, വേരിയബിൾ ഉണ്ട്. ഇനി പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് x² പ്ലസ് 1/x പ്ലസ് 5 പോളിനോമിയൽ ആണോ? പോളിനോമിയൽ അല്ല. കാരണം എന്താ, ഡിനോമിനേറ്ററിൽ 5 ഉണ്ട്. വേറൊരു എക്സാമ്പിൾ, നമുക്ക് വേറെ എന്തെങ്കിലും ഡിനോമിനേറ്ററിൽ എക്സ് വരുന്ന അല്ലെങ്കിൽ വേരിയബിൾ വരുന്ന ഒന്നും എന്തല്ല, പോളിനോമിയൽ അല്ല. ക്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x+1/x+2 പോളിനോമിയൽ ആണോ? അല്ല. കാരണം എന്തുണ്ട്, ഡിനോമിനേറ്ററിൽ ആരുണ്ട്, എക്സ് ഉണ്ട്. അതുകൊണ്ട് ഇതെന്തല്ല, പോളിനോമിയൽ അല്ല. ഇനി ഒരു എക്സാമ്പിളും കൂടെ, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു
2x² പ്ലസ് 1/2x പ്ലസ് 5. ഇത് പോളിനോമിയലാണോ? ഇത് പോളിനോമിയലാണ്. കാരണം എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേരിയബിൾ മാത്രമേ എവിടെ വരാതിരിക്കാൻ പറ്റുള്ളൂ, ഡിനോമിനേറ്ററിൽ വരാതിരിക്കാൻ പറ്റുള്ളൂ. നോക്കിക്കേ, x² ഡിനോമിനേറ്ററിലല്ല, എക്സ് എവിടെയല്ല, ഡിനോമിനേറ്ററിലല്ല. ഇവിടെ ഡിനോമിനേറ്ററായിട്ട് വന്നത് ആരാ? 2 ആണ്, 1/2 കോയിഫിഷ്യൻ്റ് ആണ് വന്നത്. ആ കോയിഫിഷ്യൻ്റ് ഡിനോമിനേറ്ററിൽ വന്നോട്ടെ വരാതിരുന്നോട്ടെ, അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. അപ്പോൾ ഇതെന്താണ്? ഇതൊരു പോളിനോമിയൽ ആണെന്ന് മനസ്സിലാക്കുക. ഇതെന്താണ്? ഇറ്റ് ഈസ് എ പോളിനോമിയൽ. ഇതൊരു പോളിനോമിയൽ ആണ്. അപ്പോൾ പോളിനോമിയൽ ആയ കേസും അല്ലാത്ത കേസും നമ്മൾ പഠിച്ചു. പോളിനോമിയൽ അല്ലാത്ത കേസാണ് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ടത്. അതെന്താണ്? സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ ക്യൂബ് റൂട്ട്. ആരുടെ കൂടെ വരാൻ പറ്റൂല? വേരിയബിളിൻ്റെ കൂടെ വരാൻ പറ്റൂല. രണ്ടാമത്തെ പോയിന്റ്, വേരിയബിൾ ഡിനോമിനേറ്ററിൽ വരാൻ പറ്റൂല. വേരിയബിൾ ഡിനോമിനേറ്ററിൽ വരുന്ന കേസും എന്തല്ല? വേരിയബിൾ ഡിനോമിനേറ്ററിൽ വരുന്ന കേസും പോളിനോമിയൽ അല്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. വേരിയബിൾ ഡിനോമിനേറ്ററിൽ വരുന്ന കേസും എന്തല്ല? പോളിനോമിയൽ അല്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് പോളിനോമിയൽ എന്ന് പറഞ്ഞ പോയിന്റാണ്. ഡിഗ്രി ഓഫ് പോളിനോമിയൽ. അതും നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ട് പഠിക്കാം. നോക്കിക്കോ, ഞാനിവിടെ കുറച്ച് പോളിനോമിയൽസ് അല്ലെങ്കിൽ കുറച്ച് എക്സ്പ്രഷൻസ് എഴുതുന്നുണ്ട്. നോക്കിക്കോ, 4x² പ്ലസ് 3x പ്ലസ് 5. വേറൊരു എക്സാമ്പിൾ x പ്ലസ് 5. മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ 3x³ പ്ലസ് 5x² പ്ലസ് 1. നാലാമത്തത് 4x⁴ പ്ലസ് 3x² പ്ലസ് 1. ഇങ്ങനെയൊക്കെ പറയുന്ന എക്സ്പ്രഷൻസിൽ ആദ്യത്തെ എക്സ്പ്രഷനിലേക്ക് നോക്കിക്കേ. ഇവിടെ എക്സിൻ്റെ പവർ എത്രയാണ്? എക്സിൻ്റെ പവർ ഈ ഒരു കേസിൽ 1 ആണ്. എക്സിൻ്റെ പവർ എത്രയാണ്? 1 ആണ്. രണ്ടാമത്തേൽ എക്സിൻ്റെ പവറുകൾ ആരൊക്കെ ഉണ്ട്? നോക്കിക്കേ, 2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. അപ്പോൾ രണ്ടാമത്തേൽ എക്സിൻ്റെ പവറായിട്ട് 2 വരുന്നുണ്ട്, 1 വരുന്നുണ്ട്. മൂന്നാമത്തേൽ എക്സിൻ്റെ പവർ ആരൊക്കെ വരുന്നത്? 3 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്. ഈ ഒരു കേസിൽ 3 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്. നാലാമത്തേൽ എക്സിൻ്റെ പവർ ആരൊക്കെയാണ്? 4 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്. 4ഉം വരുന്നുണ്ട്, 2ഉം വരുന്നുണ്ട്. ഈ ഓരോ പോളിനോമിയലിലും എക്സിൻ്റെ ഹയ്യസ്റ്റ് പവർ ഏതാ, ഹയ്യസ്റ്റ് എക്സ്പോണൻ്റ് ഏതാ, അതാണ് ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ഒന്നാമത്തേൻ്റെ ഡിഗ്രി എത്രയാണ്? 1 ആണ്. രണ്ടാമത്തെ പോളിനോമിയലിൻ്റെ ഡിഗ്രി എത്രയാണ്? 2 ആണ്. രണ്ടാമത്തെ പോളിനോമിയലിൻ്റെ ഡിഗ്രി എത്രയാണ്? 2 ആണ്. മൂന്നാമത്തെ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്താ? 3 ആണ്. നാലാമത്തെ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്താ? 4 ആണ്. അപ്പോൾ നമ്മളിങ്ങനെ എഴുതി നോക്കൊന്നും വേണ്ട, ജസ്റ്റ് നമ്മളുടെ എക്സ്പ്രഷനിലേക്ക് നോക്കുക. ഹയ്യസ്റ്റ് പവർ ഏതാ നോക്കുക. ഹയ്യസ്റ്റ് പവറിനെ വിളിക്കുന്ന പേരെന്താണ്? ഡിഗ്രി എന്നാണ്. ഒരു എക്സാമ്പിളും കൂടെ, P of x is equal to 5x³ പ്ലസ് 6x² പ്ലസ് 1. എന്താണ് ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്? ഹയ്യസ്റ്റ് പവർ നോക്കിക്കേ, ഹയ്യസ്റ്റ് പവർ എത്രയാണ്? 3 ആണ്. എക്സിൻ്റെ മേലെ വരുന്ന ആൾ എത്രയാണ്? 3 ആണ്. അപ്പോൾ അവിടുത്തെ ഡിഗ്രി എന്താണ്? 3 ആണ്. അടുത്തത് Q of x is equal to 6x² പ്ലസ് 7x പ്ലസ് 1. എന്താണ് ഇതിൻ്റെ ഡിഗ്രി? ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഹയ്യസ്റ്റ് പവറാണ്. ഹയ്യസ്റ്റ് പവർ എത്രയാണ്? 2 ആണ്. ഇവിടുത്തെ ഡിഗ്രി എത്രയാണ്? 2. ഇനി അടുത്തൊരു പോളിനോമിയൽ P of x തന്നെ എഴുതാം. P of x is equal to 7x⁴ പ്ലസ് 2x⁴ 2x² പ്ലസ് 3x⁻⁻1. എന്താ അതിൻ്റെ ഡിഗ്രി? ഇവിടെ ശ്രദ്ധിക്കണം, ഇതൊരു പോളിനോമിയലേ അല്ല. ഇതെന്താണ്? പോളിനോമിയൽ അല്ല എന്ന് മനസ്സിലാക്കുക. കാരണം എന്താ? -1 വന്നു. എക്സിൻ്റെ പവറിൽ എന്ത് വന്നു? -1 വന്നു. അപ്പോൾ ഇതൊരു പോളിനോമിയലാണോ? ഇതൊരു പോളിനോമിയൽ അല്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി അടുത്തൊരു എക്സാമ്പിൾ, Q of x is equal to 3x⁵ പ്ലസ് 2x² - 7. ഇവിടെ എന്താ ഡിഗ്രി നോക്കുക? പവർ 2ഉം 5ഉം ആണുള്ളത്. ഹയ്യസ്റ്റ് പവർ ആരാ? 5 ആണ്. അപ്പോൾ ഇവിടുത്തെ ഡിഗ്രി എത്രയാണ്? 5 ആണ് ആ പോളിനോമിയലിൻ്റെ ഡിഗ്രി. ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഡിഗ്രി ഓഫ് പോളിനോമിയൽ എന്താണ്? ഹയ്യസ്റ്റ് പവർ, വേരിയബിളിൻ്റെ ഹയ്യസ്റ്റ് പവറിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഡിഗ്രി ഓഫ് പോളിനോമിയൽ. 1 മാർക്കിനൊക്കെയാണ് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുള്ളൂ. ഡിഗ്രി എത്രയാണെന്ന് ചോദിക്കും. ഡിഗ്രി ഓഫ് പോളിനോമിയൽ എന്താണ്, എത്രയാണെന്നൊക്കെ ചോദിക്കും.
ഓക്കെ, ഇനി ഡിഗ്രി ഓഫ് പോളിനോമിയൽ നമ്മൾ പറഞ്ഞു ഹയസ്റ്റ് പവർ ആണെന്ന് പറഞ്ഞു അല്ലേ. ഈ ഡിഗ്രി ഓഫ് പോളിനോമിയൽ 1 ആണെങ്കിൽ നമുക്ക് ആ പോളിനോമിയലിനെ വിളിക്കാം ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. എന്താ വിളിക്കുക? ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് വിളിക്കാം. ഇനി ഡിഗ്രി 2 ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെന്തെന്ന് വിളിക്കാം? സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് വിളിക്കാം. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. അടുത്ത കേസ് ഡിഗ്രി 3 ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് വിളിക്കാം? തേർഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് വിളിക്കാം. തേർഡ് ഡിഗ്രി പോളിനോമിയൽ. ഇനി ഡിഗ്രി 4 ആയിക്കഴിഞ്ഞാലോ ഫോർത്ത് ഡിഗ്രി പോളിനോമിയൽ എന്ന് വിളിക്കാം. നമുക്ക് ഈ 3 ആൾക്കാരെയാണ് പഠിക്കാനുള്ളത്. ഈ 3 ആളുകളുടെ ജനറൽ ഫോം നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. നോക്കുക, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ജനറൽ ഫോം എ എക്സ് പ്ലസ് ബി ആണ്. എന്താണ്? എ എക്സ് പ്ലസ് ബി. ഇതിൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? വേരിയബിൾ. ആ വേരിയബിളിൻ്റെ പവർ നോക്കിക്കേ, 1 പവർ. ഇവിടെ ഒന്നും എഴുതിയില്ല, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 1 പവർ. ഇനി അതിനെ എ എന്ന് പറഞ്ഞൊരു കോഫിഷ്യൻ്റ് കൊണ്ട് ഗുണിച്ചു, ബി എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആഡ് ചെയ്തു. അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ജനറൽ ഫോം എന്താ നോക്കാം. ജനറൽ ഫോം നമ്മൾ എഴുതുക എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ്. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. നോക്കുക, ഡിഗ്രി എത്രയാണ്? 2 ആണല്ലേ. അതിനെ എ കൊണ്ട് ഗുണിച്ചു, പിന്നെ എക്സ് എന്ന് പറഞ്ഞ ടേം വന്നു, അതിനെ ബി കൊണ്ട് ഗുണിച്ചു, പിന്നെ സി എന്നായി. ഇനി ആ ഒരു ഐഡിയ കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് അടുത്തത് പെട്ടെന്ന് എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാൻ പറ്റുക? നോക്കുക, തേർഡ് ഡിഗ്രീൻ്റെത് ആദ്യം പവർ 3 വരുന്ന ഒരാൾ എഴുതും, അതിൻ്റെ കൂടെ എ എന്ന് പറഞ്ഞൊരു ടേമിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ, എക്സിൻ്റെ പവർ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്, പ്ലസ് സി എക്സ് പ്ലസ് ലാസ്റ്റ് ഒരു ഡി. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ആദ്യത്തെ എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്നതിൽ എന്ത് 0 ആവാൻ പാടില്ല? എ എന്ന് പറയുന്ന ടേം എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. അതെന്താ അങ്ങനെ പറയുന്നത്? എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എ എക്സ് പ്ലസ് ബി എന്നതിൽ എ 0 ആയി എന്ന് വിചാരിച്ചോ. എ എന്താണ്? 0 ആയി. അപ്പോൾ അവിടെ 0 ഇൻറ്റു എക്സ് പ്ലസ് ബി എന്നല്ലേ വരിക. ഈ 0 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? 0 ഇൻറ്റു എന്ത് ചെയ്താലും 0 ആയിപ്പോവും. അപ്പോൾ ഇത് 0 പ്ലസ് ബി എന്നായിട്ട് മാറും. അപ്പോൾ അവിടെ എന്തായി? ബി എന്നാണ് അതിൻ്റെ ഉത്തരം കിട്ടുക. ഈ ബിയിൽ എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ടോ? അപ്പോൾ ആ എക്സിന് പവർ ഉണ്ടോ? 1 എന്ന് പറഞ്ഞ പവർ ഉണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ എന്തല്ല, അത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലായിട്ട് മാറില്ല. അതുകൊണ്ട് ഇവിടെ എ എന്താവരുത്? 0 ആവരുത്. രണ്ടാമത്തെ കേസ് നോക്കിക്കോ, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. ഇവിടെയും എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ടുള്ള എ, ആ എ എന്താവരുത്? 0 ആവരുത്. എ 0 ആയി എന്ന് വിചാരിച്ചോ. എ 0 ആയി എന്തായിട്ട് പോവും? 0 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നായിട്ട് മാറും. 0 ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 തന്നെ. 0 പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നായിട്ട് മാറും. എന്ന് വെച്ചാൽ ബി എക്സ് പ്ലസ് സി എന്നായിട്ട് ആ എക്സ്പ്രഷൻ മാറും. ബി എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണോ? അല്ല, എക്സിൻ്റെ ഹൈയസ്റ്റ് പവർ 1 ആണ്. അപ്പോൾ അത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലായിട്ട് മാറിപ്പോവും. അപ്പം അവിടെയും എ എന്താവരുത്? 0 ആവരുത്. അപ്പോൾ ഈ കേസിലൊക്കെ, ഈ പറയുന്ന 3 കേസിലും, ഇനി 4ാമത്തെ കേസ് ഉണ്ടെങ്കിൽ അത് പറയുകയാണെങ്കിലും അതിലും എന്ത് 0 ആവരുത്? എ എന്ന് പറയുന്ന ടേം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഫസ്റ്റ് ഡിഗ്രി ആണെങ്കിൽ എക്സ് ഉണ്ട്, സെക്കൻഡ് ഡിഗ്രി ആണെങ്കിൽ എക്സ് സ്ക്വയർ ഉണ്ട്, തേർഡ് ഡിഗ്രി ആണെങ്കിൽ എക്സ് ക്യൂബിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താവരുത്? 0 ആവരുത്. എന്നാൽ ഫോർത്ത് ഡിഗ്രി പോളിനോമിയലിൻ്റെ ജനറൽ ഫോം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. എന്താ വരിക? ആദ്യത്തെ ആൾ എ എക്സ് റേസ്റ്റ് 4 എന്ന് വരും, പിന്നെ കുറഞ്ഞു വരും ബി എക്സ് ക്യൂബ് എന്ന് വരും, പിന്നെ സി എക്സ് സ്ക്വയർ എന്ന് വരും, പിന്നെ ഡി എക്സ് എന്ന് വരും, പ്ലസ് ലാസ്റ്റ് ഒരു കോൺസ്റ്റൻറ്റ് ഇ എന്ന് വരും. ഇനി ഡിഗ്രി 5 ആയി കഴിഞ്ഞാലോ ജനറൽ ഫോം എങ്ങനെ എഴുതുക? എ എക്സ് റേസ്റ്റ് 5 പ്ലസ് ബി എക്സ് റേസ്റ്റ് 4 പ്ലസ് സി എക്സ് ക്യൂബ് പ്ലസ് ഡി എക്സ് സ്ക്വയർ പ്ലസ് ഇ എക്സ് പ്ലസ് ലാസ്റ്റ് ഒരു കോൺസ്റ്റൻറ്റ് ടേം എഫ്. അപ്പം ഇങ്ങനെയാണ് ജനറൽ ഫോം എഴുതുക. ഇനി ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിയുള്ളത്. പ്രോബ്ലംസിൽ നമ്മളോട് ചോദിക്കുക എന്താ? ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അൾജിബ്രായിക് എക്സ്പ്രഷൻ നിങ്ങളോട് സ്വന്തമായിട്ട് എഴുതാൻ പറയും. എന്ന് വെച്ചാൽ ഒരു റിലേഷൻ അവർ വേർഡ്സിൽ പറഞ്ഞിട്ടുണ്ടാവും, എക്സ്പ്രഷൻ നമ്മൾ എഴുതേണ്ടി വരും. എന്നിട്ട് ആ എക്സ്പ്രഷൻ പോളിനോമിയൽ ആണോ അല്ലേ എന്നായിരിക്കും ചോദ്യം ഉണ്ടാവുക. അപ്പോൾ ആ ചോദ്യങ്ങൾ നമുക്ക്
മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക്